സുഹൃത്തുക്കളെ, ഞാൻ 4 വർഷം മുന്നേ സീറോ കേരള എന്നുള്ള യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോ വീണ്ടും അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി. മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ ലോഗോസും പിന്നെ ലിങ്ക്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ജോയ്ഫുൾ ഹ്യൂമൻസിലോട്ട് കയറ്റുകയാണ്. പഴയ ചാനലിന്റെ ആക്സസ് എനിക്ക് നഷ്ടപ്പെട്ടു. കാരണം എന്റെ മൊബൈല് ദുബായ് പോലീസ് പിടിച്ചോണ്ട് പോയതാണ്. പിന്നെ അത് തിരിച്ചു തന്നിട്ടൊന്നുമില്ല. അവരെന്റെ ഒരുപാട് തട്ടിപ്പറിച്ചു. എന്റെ മൊബൈലും അവർ തട്ടിപ്പറിച്ചു. അവർക്ക് അങ്ങനെ സമാധാനം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അവരുടെ ഭ്രാന്തിന്റെ, എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭ്രാന്താണ്. അവരെ സംബന്ധിച്ചിടത്തോളം എനിക്കാണ് ഭ്രാന്ത്. എന്തായാലും ആ യൂട്യൂബ് ആ ചാനൽ നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് ഇതിലോട്ട് കയറ്റുകയാണ്. ഒന്നാമത് ആ ചാനൽ ഞാൻ മോണിറ്റൈസ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പൈസ നഷ്ടം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അതിലില്ല. ഇതിലോട്ടാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ എനിക്ക് ഈ മുന്നോട്ടുള്ള കുത്തിത്തിരിപ്പിനൊക്കെ ഒരു ബലമാവും. 60 കേസ്, അതിപ്പോ ഞാൻ ആ വീഡിയോസ് ചെയ്തിട്ടുള്ളത് തന്നെ അതിൽ കൂടുതലും ഒരു ഇസ്ലാം അല്ലാത്ത, മുസ്ലിമായിട്ട് ജീവിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. കാരണം ഒരുപാട് വാക്കുകളൊക്കെ അങ്ങനെയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മുസ്ലിങ്ങള് കാണാത്തവരുണ്ടെങ്കിൽ കാണണമെന്നാണ് ആഗ്രഹം. കാരണം എനിക്ക് ഹിദായത്ത് നഷ്ടപ്പെട്ട ഒരാളാണല്ലോ. ആ വീഡിയോസിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്തി തരാം. അതിന് നിങ്ങൾ ആ വീഡിയോസ് കാണണം. അങ്ങനെ കണ്ടിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് തിരുത്തി തരികയാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇതിനോടൊപ്പം ഞാൻ ചേർക്കുന്നത് എന്നെ മുർത്തതാക്കി ഖുർആൻ ആയത്തുകൾ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അടുത്ത വീഡിയോസിൽ എന്നെ മുർത്തതാക്കി ഹദീസുകൾ എന്നുള്ള ഇത് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ മതാനന്തര ജീവിതം എങ്ങനെ ജീവിക്കും, എന്റെ കാഴ്ചപ്പാടുകളാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 3 വീഡിയോസ് ആണ്. അത് ഞാനിത് പ്ലേലിസ്റ്റിൽ, ഈ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇസ്ലാം ഇടാനുണ്ടായ കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രത്യേക പ്ലേലിസ്റ്റിൽ തന്നെ ആ 3 വീഡിയോസും അവിടെ ക്രമീകരിക്കും. പിന്നെ ഓരോരു പ്ലേലിസ്റ്റ് ഉണ്ട്. എന്റെ രാഷ്ട്രീയം, അത് വേറൊരു പ്ലേലിസ്റ്റ് ആണ്. അപ്പോ ബാക്കി നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക. എന്നെ മുർത്തദാക്കിയ ഖുർആനും ഹദീസും എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് 35 വയസ്സായി. 31 വയസ്സ് 2017 വരെ ഞാൻ അത്യാവശ്യം നല്ലൊരു മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആളായിരുന്നു. 2009-10 തോന്നുന്നു ഞാൻ ഹജ്ജിന് പോയിട്ടുണ്ട്. അതും ജോലിയൊക്കെ ഉപേക്ഷിച്ച്. അത്രമാത്രം ഇസ്ലാമിനോട് ആത്മാർത്ഥത ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അത് പറഞ്ഞത് അതിനുവേണ്ടി മാത്രമാണ്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ സുന്നികളുമായിട്ടൊക്കെ, ഞാൻ ഒരു AP സുന്നിയായിരുന്നു. മർക്കസിലൊക്കെ പഠിച്ചതാണ്. മർക്കസിൽ 5 വർഷം പഠിച്ചിട്ടുണ്ട്. ശരീഅത്തിലൊന്നുമല്ല കേട്ടോ. ഞാൻ അവിടെ ബോർഡിങ്ങിൽ ആർട്സ് കോളേജിലൊക്കെ പഠിച്ചതാണ്. എന്നിട്ട് ഞാൻ പിന്നെ ദുബായിലൊക്കെ വന്നു. ദാക്കിർ നായിക്കിൻ്റെ പ്രസംഗങ്ങൾ, MM അക്ബർ പ്രസംഗങ്ങളൊക്കെ കേട്ടു. അതിൽ ഭയങ്കര ആകൃഷ്ടനായി. പിന്നെ എന്നിട്ട് ഞാൻ സുന്നികളോട്, എൻ്റെ കൂട്ടുകാരായ സുന്നികളോട് തർക്കം തുടങ്ങി. അങ്ങനെ വാട്സാപ്പിലായിരുന്നു കൂടുതൽ സംവാദം. ഇങ്ങനെ വന്ന് പിന്നെ ഫേസ്ബുക്കിൽ അന്യമത വിശ്വാസികളോടായി പിന്നെ സംവാദം. അങ്ങനെ നമ്മൾ പറഞ്ഞ സത്യമാണെന്നും ഒരാളെ മുസ്ലിമാക്കി കഴിഞ്ഞാൽ ഈ ലോകം മൊത്തം നേടുന്നതിന് തുല്യമാണെന്നും ഒക്കെയുള്ള ഒരു വിശ്വാസമാണല്ലോ നമ്മുടെ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് പിന്നെ നമ്മൾ ബൈബിള് കൂടുതലും ക്രിസ്ത്യാനികളായിട്ടാണ്. MM അക്ബറിൻ്റെ ഒക്കെ അങ്ങനെയാണല്ലോ. കൂടുതൽ ക്രിസ്ത്യാനികളുമായിട്ടൊക്കെ അവരുടെ ബൈബിളിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടും ഈസാ നബി ദൈവമല്ല, യേശു ദൈവമല്ല, ഈസാ നബിയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ വാദിച്ച് പിന്നെ പ്രീതിങ്കറിലേക്കൊക്കെ എത്തി. അവിടെ ഒരുപാട് ഇസ്ലാമിനെ പറ്റിയിട്ട് അവരൊരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആദ്യമൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. അങ്ങനെ അവരെ തകർക്കാനൊക്കെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ വഴികളും നോക്കിയിട്ടുണ്ട്. അങ്ങനെ അവസാനം ഇങ്ങനെ അവർ ഓരോന്ന് ചൂണ്ടിക്കിടക്കും. ഞാൻ പറയും അങ്ങനെയൊന്നുമില്ല, നമുക്ക് പഠിപ്പിച്ചതോ ഒന്നും അങ്ങനെയുള്ള മുഹമ്മദ് മാനവരിൽ മഹോന്നതനെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ഹദീസിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അതൊക്കെ പരിധിയിൽ കുറേ കഴിയുമ്പോൾ പിന്നെ
ഉണ്ടെന്നൊക്കെ തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഹദീസുകളൊന്നും ശരിയല്ല, അതിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, തട്ടിപ്പാണ്, ഖുർആൻ മാത്രമാണെന്നങ്ങനെ പിന്നെ ഖുർആനിസ്റ്റായിട്ടും വീണ്ടും അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടപ്പോൾ അത് വ്യാഖ്യാനിക്കുക എന്നുള്ളൊരു അതിനൊരു നമ്മുടെ ഭൗതികപരമായ അതിനൊരു ആത്മീയപരമായിട്ട് പലതും ആലങ്കാരികമെന്ന് പറയുന്ന MM അക്ബർ സാഹിബ് പിന്നെ ഇവരൊക്കെ പറയുന്ന ആലങ്കാരികമെന്നുള്ള പദം നമ്മൾ കൊണ്ടുവരാൻ തുടങ്ങി. ഇങ്ങനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ശരിക്കും കൊല്ലലല്ല, മാനസികമായിട്ട് നമ്മുടെ ഇച്ഛകളെ കൊല്ലലാണ്. ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞാലും മുഹമ്മദ് എന്ന് പറഞ്ഞാലും നമ്രൂദ് എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സിനകത്തുണ്ടാകേണ്ട ഒരു കാര്യങ്ങളാണ് ഖുർആനിൽ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മറ്റുള്ള ഖുർആനിസ്റ്റുകൾ പറയുന്നതും പിന്നെ അങ്ങനെയൊക്കെ ഇങ്ങനെ അവസാനം എനിക്ക് തന്നെ തോന്നി ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ മതം വിട്ടു. പിന്നെ മതം വിട്ട് കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അങ്ങനെ ചിലരൊക്കെ ഉണ്ട് മതം വിട്ട് ദൈവം നമ്മളിതുവരെ വിശ്വസിച്ചതൊന്നും സത്യമല്ല എന്ന് നമുക്ക് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യത ഭീകരമാണ്. പലരും ഭ്രാന്തായിപ്പോവും, പലർക്കും മാനസിക നില തെറ്റും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. മതം ഉപേക്ഷിക്കണം എന്നോ അല്ലെങ്കിൽ വിളിച്ചു പറയണമെന്നൊന്നുമില്ല. കാരണം മതം ഉപേക്ഷിച്ചാലും വിളിച്ചു പറഞ്ഞാലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എനിക്കങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. പിന്നെ അവരൊക്കെ ബുദ്ധിയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ മാനസികമായ അറിയാതെ ചെയ്യുന്നതാണ് അവരൊക്കെ. അതുകൊണ്ട് എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്. പിന്നെ മലയാളികളുമായിട്ടല്ല എൻ്റെ ഉപജീവന മാർഗം ഞാൻ നടത്തുന്നത്. പിന്നെ മലയാളികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരൊക്കെ മുടക്കിയിട്ടുണ്ട്, മാക്സിമം മുടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, തകർക്കാൻ ശ്രമിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അവരോട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് മുസ്ലിങ്ങളിൽ നിന്നും അല്ല മറ്റു മതക്കാരിൽ നിന്നുള്ള ഗുണം. എനിക്ക് എൻ്റെ ജോലി നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കെൻ്റെ ജോലി നടക്കണമെന്നുള്ള, അല്ലാതെ അവനെന്താണ് അതൊന്നും ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ ശാരീരികമായിട്ട് ആക്രമിക്കുമെന്നുള്ള പേടിയൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒരുപാട് കാലം ഇങ്ങനെ ഈ മുസ്ലിമായിട്ട് ജീവിച്ച ആളല്ല. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ മാനസികാവസ്ഥയിലൂടെ കടന്നു പോയ ഒരാളാണ് ഞാൻ. എൻ്റെ കൂടെ ഞാൻ ഒരുപാട് കാലം ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളൊക്കെ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ അവർക്കൊക്കെ അറിയാം ഞാൻ എവിടെയാണ് താമസിക്കുന്നത്. അവർക്കാൾ കൂടുതൽ എന്നെ പറ്റിയിട്ട് അറിയാം. അതുകൊണ്ട് അവരെന്നെ ആക്രമിക്കുമെന്നോ ജയിലിലാക്കുമെന്നോ ചിലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഭയങ്ങളൊക്കെ തോന്നും. പക്ഷെ പിന്നെ അതൊന്നും നമ്മൾ ചെയ്യാറില്ല. കാരണം നമ്മൾ അറിയുന്ന ഒരാൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അല്ലാതെ മതത്തെക്കാളൊക്കെ ഉപരി മനുഷ്യസ്നേഹം തന്നെയാണ് മുഖ്യം. അതിപ്പോൾ എൻ്റെ മാതാപിതാക്കളായാലും എൻ്റെ കുടുംബക്കാരായാലും കൂട്ടുകാർ എല്ലാവരും അല്ല. പക്ഷെ നമ്മളൊരു ഈ +2 കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ അടുപ്പങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാലും ചെറിയ അകൽച്ചയും കാണിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നാലും മനുഷ്യന്മാരെ മുസ്ലിങ്ങളായാലും ആരായാലും അവർ നിയമത്തെ പേടിക്കുന്നവരാണ്. അവർക്ക് അവരുടെ ഫാമിലി ലൈഫിലും അവരുടെ ജീവിതത്തിനൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. അങ്ങനെ വെട്ടിച്ചാവുകയോ അങ്ങനെയുള്ള ഒരു മനോഭാവം ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അവരെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. മറ്റു മതക്കാരും കാരണം മറ്റു മതക്കാരെയൊക്കെ മറ്റുള്ളവർ ധരിപ്പിച്ചിട്ടുള്ളൊരു ധാരണയുണ്ട്. ഒരു മുസ്ലിങ്ങളെ പറ്റിയിട്ടുള്ള ഒരു പേടി അവരുടെ മനസ്സിൽ എവിടെ നിന്നൊക്കെയോ കിട്ടിയിട്ടുള്ള ഒരു പേടിയുണ്ട്. എനിക്കങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ആ മാനസികാവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയ ഒരാളാണല്ലോ. അതുകൊണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ വളരെ തുറന്നിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ട്രോളുകൾ ഇറക്കി. അല്ലെങ്കിൽ പലരും പറയും നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യം, സ്വർഗം ഒരു ജീവിതത്തിനൊരു ലക്ഷ്യം വേണ്ടേ എന്നൊക്കെ ചോദിക്കും. ജീവിതത്തിന് ഈ ലക്ഷ്യം പലപ്പോഴും എനിക്ക് ഈ നമ്മുടെ ശ്രീലങ്കയിലൊക്കെ അല്ലെങ്കിൽ ബിൻ ലാദൻ ഇവരൊക്കെ വലിയ പൈസക്കാരാണ്. ഇവരുടെ അടുത്ത് വലിയ കോടീശ്വരന്മാരാണ്. അല്ലെങ്കിൽ കോടീശ്വരന്മാരായ മക്കളായിട്ട് ജനിച്ച ആളുകളാണ് ഇവരൊക്കെ. എല്ലാം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിൻ്റെ ഭക്ഷണം എല്ലാം നമുക്കിങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എന്താണ് ലക്ഷ്യമെന്ന് നമ്മൾ മറന്നുപോകും. ഒരു സിംഹത്തിനോടോ അല്ലെങ്കിൽ ഒരു എലിയോടോ അവരുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വിശപ്പകറ്റുക, ജീവിച്ചു പോവുക എന്നുള്ളതാണ്. പഴയ കാലഘട്ടത്തിലൊക്കെ കേരളത്തിലായാലും എവിടെയായാലും മതം അത്ര വലിയൊരു സംഭവമല്ലായിരുന്നു. എല്ലാവരും അവരുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യും, അല്ലെങ്കിൽ വിശപ്പടക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ ഉപ്പാപ്പന്മാരുടെ അല്ലെങ്കിൽ ഉപ്പമാരുടെ കാലഘട്ടത്തിലൊക്കെ
മതം വലിയൊരു സംഭവമേ അല്ല. കാരണം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വിശപ്പകറ്റുക, പിന്നെ ചോരുന്ന വീടുകൾ അതിന് പണിയണം. അങ്ങനെ ഇത് ഒരു വട്ടം ടെറസിട്ട വീട് പണി കഴിഞ്ഞാൽ പിന്നെ അത് മെയിൻ്റെനൻസ് ചെയ്യേണ്ട കാര്യമില്ല. മറ്റുള്ളവർക്ക് അങ്ങനെയല്ല, ഇങ്ങനെ എല്ലാം മെയിൻ്റെനൻസ് ചെയ്യണം. അങ്ങനെ അവർ ബിസി ആയിരുന്നു ലൈഫിൽ. അവരുടെ അതിജീവനത്തിനുള്ള കാര്യങ്ങൾ നോക്കാൻ തന്നെ ബിസി ആയിരുന്നു. അപ്പോൾ അവിടെ എന്താണ് ലക്ഷ്യമെന്ന് അവരോട് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. അതിനവർക്ക് അത് കേൾക്കാനുള്ള സാവകാശം പോലും അവർക്കില്ല. നമുക്ക് പിന്നെ ഒരുപാട് സൗകര്യങ്ങൾ വന്നു. ഒക്കെ വന്നതിന് ശേഷം എന്താണ് ജീവിത ലക്ഷ്യമെന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ അത് പല മതക്കാരും പലതും പറയും. മുസ്ലിങ്ങളെ പറയുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമാണ്, ദൈവപ്രീതിയാണ്, പരലോകമുണ്ട്, ഖബർ ജീവിതമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചുമൊക്കെ. പിന്നെ പലരും പറയുന്നത് മതം വിടുന്നത് പെണ്ണിനും കള്ളിനുമൊക്കെ. ആ പെണ്ണും കള്ളും മതക്കാർക്ക് ഇഷ്ടം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക, കള്ള് വിൽപ്പന നടക്കുന്നതൊക്കെ മതക്കാരുടെ ഇടയിലാണ്. മതക്കാർ തന്നെയാണ് അതൊക്കെ ഉപയോഗിക്കുന്നത്. മുസ്ലിങ്ങളിലായാലും എല്ലാവരും വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുക, ആൾക്കാരെ കൊല്ലുക. അതിലേറ്റവും ക്രൂരമാണ് ഈ കുടുംബത്തിലെ കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ തല്ലി നാശമാക്കി നല്ലൊരു കുടുംബജീവിതമില്ല, നല്ലൊരു ബാല്യകാല ജീവിതം നിഷേധിക്കുന്ന, മറ്റുള്ളവരുടെ ജീവിതം തുലക്കുന്ന, അവനവൻ്റെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതം തുലക്കുന്ന പരിപാടികളുണ്ട്. അപ്പോൾ കള്ളും മദ്യവും ഒക്കെ അള്ളാഹുവിൻ്റെ സ്വർഗം എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു ലക്ഷ്യം. അതൊന്നും ഒരിക്കലും ശാന്തിയും സമാധാനവും കൊണ്ടുവരില്ല. ലൈംഗികത മനുഷ്യന് ഇഷ്ടമാണ്. ഇന്ത്യയിൽ മുമ്പ് ഫുഡ് എല്ലാവർക്കും കിട്ടുന്നതുകൊണ്ട് ഫുഡിന് ഇപ്പോൾ വലിയ വിലയില്ലാതായി. വസ്ത്രം എല്ലാവരും എടുത്തുണ്ട്, അതിന് ഒരു വിലയില്ലാതായി. പിന്നെ ഈ ലൈംഗികത എല്ലാവരും തടഞ്ഞു വെക്കുന്നത് കൊണ്ടും അത് വലിയൊരു ഇതാക്കിയത് കൊണ്ടുമാണ് നമുക്ക് കിട്ടാത്തതിനോടാണ് നമുക്കൊരു ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നുന്നത്. പിന്നെ ആഡംബരങ്ങൾ എല്ലാവർക്കും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞാൽ വലിയ വീടുകളും ബംഗ്ലാവുകളും ഒന്നും ആൾക്കാരെ മോഹിപ്പിക്കില്ല. കാരണം എല്ലാവരുടെ അടുത്ത് അതുണ്ട്. നമ്മളൊരു കാര്യം നേടുന്നത് വരെ മാത്രമാണ് നമുക്ക് അതിനോടൊരു മോഹമൊക്കെ തോന്നുന്നത്. അത് കഴിഞ്ഞു. ഒരു മൊബൈൽ, നമുക്ക് അതിൻ്റെ മൊബൈൽ മേടിക്കണം, മൊബൈൽ കിട്ടുന്നു, പിന്നെ അവൻ്റെ ആഗ്രഹം അവിടെ തീരാണ്. കള്ളും പെണ്ണും അത് മാത്രം അത് ആഗ്രഹിച്ച് ജീവിക്കുന്നത്, അത് ലക്ഷ്യമാക്കി ജീവിക്കുന്നത്, അങ്ങനെ ജീവിച്ചാൽ അവർക്ക് മനസ്സമാധാനം കിട്ടില്ല. നമുക്ക് ഒരു സമാധാനം കിട്ടണമെങ്കിൽ ഒരാളെ കാണുമ്പോൾ വർഗീയതയില്ലാതെ മനസ്സുകൊണ്ട് അയാൾ നോക്കുമ്പോൾ, പിന്നെ വർഗീയതയില്ലാതെ അയാളോട് പെരുമാറുമ്പോൾ, പിന്നെ നമ്മൾ കാരണം ഒരാൾ സന്തോഷിക്കുമ്പോൾ, അതൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ അതാണിങ്ങനെ ഈ നദികൾ ഒഴുകുന്നതും പച്ചപ്പൊക്കെ നമ്മളെ മനസ്സിലിങ്ങനെ ഉണ്ടാകുന്നതുമൊക്കെ അവിടെയാണ്. അതാണ് വേണ്ടത്. നമ്മളെ മൃഗങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവരുടെ സഹജീവി സ്നേഹങ്ങളും ഒക്കെ കാണാം. മൃഗങ്ങളങ്ങനെ മറ്റുള്ളവരെ പോലെ മനുഷ്യനെ പോലെ ആർത്തിക്ക് വേണ്ടിയിട്ട് കൊല്ലാറില്ല. അവരുടെ അതിജീവനത്തിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ആക്രമിക്കും ഒക്കെ ചെയ്യും. ആക്രമിക്കല അത് ക്രമമാണ്. അക്രമം എന്ന് പറഞ്ഞാൽ ക്രമത്തിന് എതിരായിട്ട് പ്രവർത്തിക്കലാണ്. നമ്മുടെ വിഷയം എന്നെ മുർത്തതാക്കിയ ഖുർആനും ഹദീസും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഈ ചെറിയ ഖുർആനാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ മദ്രസയിൽ അറബി വായിക്കാൻ പഠിപ്പിക്കും, പിന്നെ എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിക്കും, പിന്നെ അഖ്ലാഖ് എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കും. അല്ലാതെ ഇതൊന്നും കൂടുതലായിട്ടൊന്നും നമുക്ക് ഇതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. നിസ്കരിക്കണം, ഓരോ നമ്മളെ കർമ്മങ്ങളൊക്കെ മാത്രമല്ല നമുക്ക് പഠിപ്പിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമ്മളിങ്ങനെ ഇത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ഒരു കത്തം എന്നാണ് പറയുക, ഇത് മൊത്തം വായിക്കുക, അപ്പോൾ നമുക്ക് കൂലി കിട്ടും. റമളാനിലൊക്കെയാണ് ഇങ്ങനെ വായിക്കൽ. അതിനപ്പുറം ഇതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്നും ഒരു മുസ്ലിമിനും അറിയില്ല. അപ്പോൾ നമ്മളതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഗ്‌രിബിൻ്റെ ഇടയിൽ യാസീൻ ഓതുക, വാക്യ സൂറത്ത് ഓതുക, ഇങ്ങനെയുള്ള ഖുർആനിലെ ഓരോ അധ്യായങ്ങൾ ഇങ്ങനെ അറബിയിൽ ഇങ്ങനെ വെറുതെ ഓതി വിടുക എന്നല്ലാതെ അത് കുറച്ച് മണിച്ച് തജ്വീദൊക്കെ നോക്കി ഓതി വിടുക എന്നുള്ള അതിനപ്പുറം ഇതൊന്നും നമുക്ക് ഈ ഗ്രന്ഥങ്ങളെ പറ്റിയിട്ടൊന്നും അറിയില്ല. പക്ഷേ ഈ ഗ്രന്ഥങ്ങൾ ഇതൊന്നും നമ്മളെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മദ്രസ ജീവിതത്തിലോ ഒന്നും കണ്ടിട്ടില്ല. ഇത് ബുഖാരിയാണ്. ഇതിലാകെ 2500 മലയാളമാണ്. ഇതിലാകെ 2500 ഹദീസുള്ളൂ. ഒറിജിനലാണെങ്കിൽ 7005 ഹദീസുണ്ട് ഒറിജിനൽ ബുഖാരിയിൽ. മുസ്ലിമിലാണെങ്കിൽ 7500 അങ്ങാണ്ട് ഹദീസുണ്ട്.
അപ്പോൾ ഇതൊന്നും നമുക്ക് നമ്മളുടെ ഈ ബുഖാരി ഇതൊന്നും എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങളൊന്നും നമുക്ക് അറിയില്ല. പിന്നെ അത് കുറേ കഴിഞ്ഞിട്ടാണ് പിന്നെ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങളെന്നൊക്കെ നമ്മൾ പഠിക്കുക. ഒരു സാധാരണ മുസ്ലിമിന് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഖുർആനിൽ ഇങ്ങനെയൊക്കെയുണ്ട്, നമ്മൾ പുണ്യപുരുഷന്മാരാണ്, നമുക്ക് അവരുടെ ജീവിതമൊന്നും ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നവരാണ് മുസ്ലിങ്ങൾ. കാരണം അവരത്രമാത്രം സാത്വികരും ആരിഫീങ്ങളും ഒക്കെയാണ്. അതുപോലുള്ളൊരു ജീവിതം ഇനി നമുക്ക് അസാധ്യമാണ്. അതുകൊണ്ട് അവരെ പിൻപറ്റുക, അവരെ ബഹുമാനിച്ച് നടക്കുക, അവരെ അനുകരിക്കാൻ ശ്രമിക്കുക. എന്നാലും മൊത്തമായിട്ട് അനുകരിക്കാൻ പറ്റില്ല, കാരണം അവർ നമ്മളെക്കാളും എത്ര ഉയർന്ന തലത്തിലുള്ളതാണ് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ. അവർ 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചതാണ്. ഇപ്പോൾ ടെക്നോളജി 6-ാം നൂറ്റാണ്ടിലാണ്, പേപ്പറില്ല, എഴുതിയിരുന്നതൊക്കെ കല്ലിലും മുള്ളിലും പിന്നെ തോലിലും ഒക്കെയാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ഒരു തോല് കൊണ്ട് ഇത്ര പേജുള്ള ഒരു ഗ്രന്ഥമുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യമാണ്. അത് അക്കാലഘട്ടത്തിലൊക്കെ വളരെ അസാധ്യമായ ഭയങ്കര ദുഷ്കരമായൊരു സംഭവമാണ്. ഇന്ന് പ്രിൻ്റ് അടിച്ച് വിടുന്ന ഒരു കോപ്പി മെഷീനിലെടുത്തിട്ട് പ്രിൻ്റ് അടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ കോപ്പി ചെയ്യുന്നത് 2 മിനിറ്റിൻ്റെ സംഭവമൊന്നുമല്ല. അത് ഭയങ്കര കഷ്ടപ്പാടും അക്കാലഘട്ടത്തിൽ ദാരിദ്ര്യമാണ്, വസ്ത്രങ്ങൾ തന്നെയില്ല. ഒരുപാട് 6-ാം നൂറ്റാണ്ട് അങ്ങനെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ എല്ലാവരും ഖുർആൻ വായിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഇസ്ലാം വന്നാലും വേറെ അടുത്ത് ഇസ്ലാം വന്നാലും അതൊക്കെ വാമൊഴികളിലൂടെയാണ്. അപ്പോൾ അവർക്ക് മുസ്ലിയാക്കന്മാർക്ക് തന്നെ അറിയണമെന്നില്ല. കാരണം അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ പറയുള്ളൂ അവരുടെ ഗുരുക്കന്മാർ. അങ്ങനെ വന്ന് ആവശ്യമുള്ളത് മാത്രം ഒരു ജനതയെ അവരെ ആശ്വസിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അത്ര മാത്രമേ അവർക്ക് ഇതിനെപ്പറ്റി അറിവുണ്ടായിരുന്നുള്ളൂ. കൃഷിയും പിന്നെ അതിജീവനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടുള്ള അവരവരുടെ ടെൻഷനുമായിട്ട് നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. പിന്നെ ടെക്നോളജി കൂടുതൽ വന്നു, കൃഷി വ്യാപകമായി, ഭക്ഷണങ്ങൾ വ്യാപകമായി, അങ്ങനെ എല്ലാം ഒരുപാടായപ്പോൾ നമുക്ക് തിന്നിട്ട് എല്ലിൽ കുത്തുന്നവർക്കാണ് പിന്നെ മതം ഇങ്ങനെ തലയിൽ കയറുന്നത്. ഇനി നമുക്ക് ഖുർആൻ വായിക്കാം. لا يحل لك النساء من بعد ولا أن تبدل بهن من أزواج ولو أعجبك حسنهن إلا ما ملكت يمينك. ഇനിമേൽ നിനക്ക് വേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല. ഇവർക്ക് പകരം വേറെ ഭാര്യമാരെ സ്വീകരിക്കുവാനും അനുവാദമില്ല. അവരുടെ സൗന്ദര്യം നിനക്ക് കൗതുകം തോന്നിച്ചാലും ശരി, നിന്റെ വലതുകൈ ഉടമപ്പെടുത്തി അടിമ സ്ത്രീകൾ ഒഴികെ. ഇവിടെ ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു പറയുകയാണ്, നിനക്ക് ഇനി സ്ത്രീകളെ കൗതുകം തോന്നിച്ചാലും, സ്ത്രീകളുടെ സൗന്ദര്യം കണ്ടിട്ട് നിനക്ക് അജബായി കഴിഞ്ഞാലും നീ എന്ത് ചെയ്യരുത്, കല്യാണം കഴിക്കരുത് എന്ന് സർവ്വലോക രക്ഷിതാവായ ഒരു ദൈവം സർവ്വലോകർക്കും മാതൃകയായിട്ട് അയച്ച ഒരു പ്രവാചകനെ താക്കീത് ചെയ്യുകയാണ്. പക്ഷെ നിനക്കെന്ത് ചെയ്യാം? ഇല്ലാ മാ മലക്കത്തി മീനുക്ക്, അടിമയാക്കി ഭോഗിക്കാം, കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, അടിമയാക്കാം എന്നാണ് ഇവിടെ അള്ളാഹു വളരെ വ്യക്തമായിട്ട് പ്രവാചകനോട് പറയുന്നത്. അപ്പോൾ നമ്മൾ കേട്ട് പരിചയിച്ച സാത്വികനായ ഒരു പ്രവാചകനിൽ നിന്നും വ്യത്യസ്തമായൊരു പ്രവാചകനെയാണ് ഇവിടെ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ച് കാണിക്കുന്നത്. പലർക്കും അത് ഒരു അത്ഭുതമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഞെട്ടലായിരിക്കും. സൂറത്തുൽ അഹ്സാബിലെ 52-ാമത്തെ ആയത്ത് വായിക്കുന്ന ആർക്കും ഇത് അവിടെ ഉണ്ടെന്ന് കാണാം, മനസ്സിലാക്കാം. അപ്പം നമ്മൾ വിചാരിച്ചിരുന്ന ഒരു നബി എന്ന് പറഞ്ഞാൽ അടിമ സംരക്ഷകനായ, സ്ത്രീ സംരക്ഷകനായ, സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി യുദ്ധത്തിൽ ഭർത്താക്കന്മാർ മരിച്ചു പോയവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത ഒരു നബിയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ തീർത്തും അള്ളാഹു തന്നെ പറയുകയാണ്, നബിക്ക് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ കാമം തോന്നുമെന്നും മോഹം തോന്നുമെന്നും അവരെ കല്യാണം കഴിക്കണമെന്ന് തോന്നുമെന്നും അള്ളാഹു തന്നെ ഖുർആനിലൂടെ പറയുകയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ പർദ്ദയൊക്കെ വന്നത്. കാരണം ഇപ്പോൾ ഈ റോട്ടിലൂടെ ഒരു സുന്ദരിയായ സ്ത്രീ വന്നു കഴിഞ്ഞാൽ അവളുടെ മുഖം കണ്ടിട്ട് കെട്ടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ ഒന്ന് കെട്ടിയതായിരിക്കും, അവൾക്ക് ഭർത്താവുണ്ടായിരിക്കും. അത് പിന്നെ തർക്കത്തിലേക്കും ഒക്കെ പോവുകയും പിന്നെ വലിയ പ്രശ്നമാകുമെന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ നബി മുഖം മറച്ചിട്ടുള്ള പർദ്ദ ഇടണമെന്ന് പറഞ്ഞത്. കാരണം അവനവൻ്റെ സ്വഭാവത്തിലൂടെയാണല്ലോ മറ്റുള്ളവരെ വിലയിരുത്തുന്നത്. പിന്നെ ഈ ആയത്തിൽ പലരും പറയാറുണ്ട് ഖുർആൻ നബി എഴുതിയതാണെന്നുള്ള
ഒരു അപവാദമല്ലേ ഇത്? നബി സ്വയം ഇങ്ങനെ തരം താഴ്ത്തിയിട്ട് എഴുതുമോ എന്നൊക്കെ. അതിന് കാരണം ഈ 11 ഭാര്യമാരും നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവർ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്, ഇവർ ഭയങ്കര നല്ലവരാണ്, ഇവരുടെ ഉത്തമ സ്വഭാവമാണ് എന്നൊക്കെ നമ്മൾ ഇവരെ പറ്റി കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല ഇവരുടെ ജീവിതം. ആയിഷയും ഹഫ്സയും സഫിയെ പോയിട്ട് കുറ്റം പറയുക, സഫിയെ ജൂതത്തി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക, അങ്ങനെ സ്ത്രീകൾക്കെല്ലാം മനുഷ്യന്മാർക്ക് പൊതുവെയുള്ള എല്ലാ മോശം സ്വഭാവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ 11 ഭാര്യമാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും വഴക്കും വക്കാണൊക്കെ ആയിട്ട് അവസാനം ഇവരൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു മാസം നബി ഭാര്യമാരൊന്നും ഇപ്പോൾ സ്ത്രീകളെ വേണ്ടെന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ തന്നെ കിടന്നു എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഭാര്യമാരാക്കി കഴിഞ്ഞാണല്ലോ ഇവർ തലയിൽ കയറുക. അടിമയാക്കി കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മളോട് ചോദിക്കാനോ നമ്മുടെ കയറാനൊന്നും വരില്ല. നമ്മുടെ ആവശ്യത്തിന് അവർ കിടന്നു തരിക, അത് കഴിഞ്ഞിട്ട് വരിക എന്നുള്ളതാണല്ലോ അടിമ എന്ന് പറയുമ്പോൾ. അപ്പോൾ പിന്നെ ജോലിയൊക്കെ ചെയ്യുകയും ചെയ്യും, അടിമയാണല്ലോ. അപ്പോൾ അതായിരിക്കാം നബി ഇവിടെ ഉപയോഗിച്ചത്. ഇതിന് 2 ആയത്ത് മുന്നേ ഉള്ളത് യാ അയ്യുഹൻ നബി ഇന്ന ഹലൽനാ ലക അസ്വാജക ലാത്തി എന്ന്. അസ്വാജക ലാത്തി ആതൈത ഉജൂറുഹുന്ന വമാ മലകത് യമീനുക മിമ്മാ അഫാ അല്ലാഹു അലൈക്. യാ അയ്യുഹൻ നബി ഇന്ന ഹലൽനാ ലക അസ്വാജക ലാത്തി ആതൈത ഉജൂറുഹുന്ന. നീ പ്രതിഫലം കൊടുത്ത ഇണകളെ, ഭാര്യമാരെ നിനക്ക് ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു. മുസ്ലിങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ മഹർ കൊടുക്കും. അപ്പോൾ അതിനെയാണ് കല്യാണം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് വമാ മലകത്ത് യമീനുക മിമ്മാ അഫാ അല്ലാഹു അലൈക്. നീ യുദ്ധത്തിലൂടെ നേടിയെടുത്ത നിനക്ക് ലഭിച്ച സ്ത്രീകളെയും അനുവദനീയമാണ് അള്ളാഹു പറയുന്നത്. ഒരു സർവ്വലോക രക്ഷിതാവായ അള്ളാഹു പറയുന്ന വാക്കുകളാണ്. നീ യുദ്ധത്തിലൂടെ നേടിയെടുത്ത സ്ത്രീകളെ നിനക്ക് അനുവദനീയമാണ്, നിനക്ക് അവരെ ഉപയോഗിക്കാമെന്നുള്ളത്. ഇനി നമ്മുടെ വീട്ടിലെ സ്ത്രീകളായാലും ഇനി ഞാനിത് കേൾക്കുന്ന, എൻ്റെ വാചകങ്ങൾ കേൾക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ സ്വയം ചിന്തിക്കണം. നിങ്ങൾ സ്വയം അടിമയാകാം, അല്ല മറ്റുള്ളവൻ്റെ അടിമയാകാൻ നിങ്ങൾ തയ്യാറാവുമോ? ഇല്ലല്ലോ. പിന്നെ നിങ്ങളെ അടിമയാക്കിയിട്ട് നിങ്ങളെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പേര് ബലാത്സംഗം എന്നാണ്. കാരണം ഒരാൾ സമ്മതത്തോടെ അല്ലാതെ, ഒരാളുടെ സമ്മതത്തോടെ അല്ലാതെ അയാളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ആക്രമവും അത് ലൈംഗികമാകുമ്പോൾ അത് ബലാത്സംഗവുമാണ്. അപ്പോൾ ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്ത അല്ലെങ്കിൽ അനുവദിച്ച ഒരാളാണ് അള്ളാഹു എന്ന് നമുക്ക് കരുതേണ്ടി വരും. ഇതേ ആയത്തിൽ തന്നെ വംബ്രാത്ത മുഅ്മിനത്തൻ ഇൻ വഹബത്ത് നഫ്സഹാ ലിന്നബിൻ അറാദൻ നബി യസ്തൻകിഹഹാ ഖാലിസത്തൻ ലക്. ഒരു മുഅ്മിനത്തായ വിശ്വാസിയായ സ്ത്രീ നബിക്ക് ശരീരം ദാനം ചെയ്യാൻ ആഗ്രഹിക്കുകയും ഇൻ അറാദൻ നബി യസ്തൻകിഹഹാ ഖാലിസത്തൻ ലക്, നബിക്ക് അവളുടെ ശരീരം ഇഷ്ടപ്പെടുകയും ചെയ്താൽ അതും അനുവദനീയമാണ് എന്ന് അള്ളാഹു പറയുന്നു. ഖാലിസത്തൻ ലക്, നിനക്ക് മാത്രം. ഇവിടെ പല മുസ്ലിങ്ങളും ഇത് കല്യാണമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതേ ആയത്തിൽ തന്നെ ആദ്യം കല്യാണം പ്രതിഫലം കൊടുത്ത ഇണകൾ എന്ന് പറഞ്ഞു, പിന്നെ അടിമകൾ എന്ന് പറഞ്ഞു, പിന്നെയാണ് ഈ വാചകം വരുന്നത്. പിന്നെ ഇസ്ലാമിൽ ഒരു സ്ത്രീക്കും സ്വന്തമായിട്ട് വിവാഹത്തിൽ പങ്കെടുക്കാനോ വിവാഹാലോചന നടത്താനോ ഒന്നും ഒരു മുസ്ലിം സ്ത്രീക്ക് അനുവാദമില്ല. അതൊക്കെ അവരുടെ വലിയ രക്ഷിതാക്കൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ സ്വയം വിവാഹത്തിന് മുൻകൈയെടുക്കുന്ന സ്ത്രീകൾ വ്യഭിചാരികളാണെന്ന് പറയുന്ന ഹദീസുണ്ട്. ഇത് ഒരു പരസ്പര സമ്മതമായ ഒരു വ്യഭിചാരമാണ് അള്ളാഹു നബിക്ക് അനുവദിച്ചു കൊടുക്കുന്നത്. ഒരു സ്ത്രീ പറയണ നബി എന്നോട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ നബിക്ക് അവളുമായിട്ട് കിടപ്പറ പങ്കിടാം. ഇതിന് ഖൗല ബിൻത്ത് ഹാക്കിം എന്നുള്ള സ്ത്രീ നബിക്ക് ശരീരം ദാനം ചെയ്ത സ്ത്രീകളിൽപ്പെട്ട ഒരാളാണ് എന്നുള്ള ഹദീസ് ബുഖാരിയിലുണ്ട്. അത് വഴി ഞാൻ പറയും. അത് മാത്രമല്ല, ഇതിൽ പിന്നെ വേറൊരു പോയിന്റ് അയ്യസ്തൻകിഹഹ എന്നുള്ളത്. ഇതിപ്പോൾ ഇത് പറയുന്നവർ നിക്കാഹ് എന്നാണ്. ഈ നക്കഹ എന്ന് പറയുമ്പോൾ ഞാൻ കല്യാണമല്ല എന്ന് പറയുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഈ നക്കഹയിൽ പിടിച്ചു നിൽക്കാനാണ് ഭാവമെങ്കിൽ ഈ നിക്കാഹ് എന്ന് ലൈംഗിക തൃപ്തി അല്ലെങ്കിൽ ലൈംഗികാസ്വാദനം എന്നും അർത്ഥമുണ്ട്. ലൈംഗികാസ്വാദനം എന്നുള്ളതിന് എന്ന് നിക്കാഹിന് അർത്ഥമുണ്ട്. കാരണം നാക്കിഹുല്ലതി മലോൻ എന്ന് മുസ്ലിംമാരോട് ചോദിച്ചറിയാം. കൈകൊണ്ട് വിവാഹം നടത്തുന്നവൻ എന്നല്ല അതിനർത്ഥം. കൈകൊണ്ട് നിക്കാഹ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ലൈംഗിക ആസ്വാദനം, ലൈംഗികമായിട്ടുള്ള തൃപ്തി നേടുക എന്നതാണ്. ലൈംഗികമായിട്ടുള്ള രതിമൂർച്ച നേടുക എന്നതാണ് ഇതിനർത്ഥം.
തെറി വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ സൂറത്തുൽ കലം 68:13 അതിൽ നമുക്ക് കാണാം ഉത്തുല്ലൻ ബാദാലിക സനീം. നമ്മളിങ്ങനെ ഓരോ നിസ്കാരത്തിലൊക്കെ ഇങ്ങനെ മുത്തുമണിച്ച് ഒത്തുല്ലൻ ബാദാലിക സനീം, അത് കേൾക്കാൻ എന്തൊരു ഈണമാണ്, കേൾക്കാൻ എന്തൊരു രസമാണ്. പക്ഷേ എന്താണ് വിളിക്കുന്നത്? സനീം. അവൻ ക്രൂരനാണ്, തന്തക്ക് പറക്കാത്തവനാണ് എന്ന് ലോകത്തിൻ്റെ അവസാനം വരേക്കും ജനങ്ങളെ മാനുഷിക മൂല്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു ഗൈഡായിട്ട് ഇറക്കിയ ഒരു ഗ്രന്ഥത്തിൽ പറയുകയാണ് തന്തക്ക് വിളിക്കുന്നത്. ഈ തന്തക്ക് പിറക്കായി ഒരാൾ എങ്ങനെ ജനിക്കണമെന്ന് തീരുമാനിക്കുന്നത് അയാളല്ല. ഞാനെങ്ങനെ ജനിക്കണമെന്നുള്ളത് എൻ്റെ തീരുമാനമല്ല. എൻ്റെ മാതാപിതാക്കൾ ആരാകണമെന്ന്, ഞാൻ എവിടെ ജനിക്കണമെന്ന്, ഞാൻ ആർക്ക് ജനിക്കണമെന്ന് എന്നൊക്കെ ഞാൻ തീരുമാനിച്ചതല്ല. അതൊക്കെ സംഭവിച്ചതാണ്. അതൊന്നും എൻ്റെ കുറ്റമല്ല. ഞാൻ ജനിച്ച് എനിക്ക് പക്വത എത്തിയതിന് ശേഷം, ഞാൻ മെച്യൂർ ആയതിനു ശേഷം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രമേ എന്നെ ശിക്ഷിക്കാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ശരി. ഇപ്പോൾ അള്ളാഹു ഇനി തന്തക്ക് പിറക്കാതെ ജനിപ്പിച്ചാൽ അത് അള്ളാഹുവിൻ്റെ തെറ്റാണ്. അപ്പോൾ സ്വന്തം തെറ്റിന് മറ്റുള്ളവരെ തെറി പറയുന്ന ഒരു ദൈവം അത്രമാത്രം ക്രൂരനാണ്, അത്രമാത്രം മണ്ടനാണ്, അത്രമാത്രം അധമനാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഖുർആനിലെല്ലാം സത്യമാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ പലർക്കും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ ദൈവികമാണ് എന്ന് തെളിയിക്കാൻ ശ്രമിക്കാറുണ്ട്. വലക്കത് സയ്യന്ന സമ അദ്ദുന്യ ബിമസാബിഹ വജാൽന റുജൂമൻ ലിശയാത്തീൻ വഅതദ്നാ ലഹും അദാബ സഈർ. ഏറ്റവും അടുത്ത ആകാശത്തെ നാം വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു, അവയെ നാം പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളവയുമാക്കിയിരിക്കുന്നു. ഏറ്റവും അടുത്ത ആകാശം, അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു കൺസെപ്റ്റ്, ഒരു ഭാവന എന്ന് പറഞ്ഞാൽ, ഈ ആകാശം എന്ന് പറഞ്ഞാൽ ഒരു 7 ഫ്ലോറുള്ള ഒരു ബിൽഡിങ്ങാണ്. അതിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഗ്രൗണ്ട് ഫ്ലോർ ഭൂമിയാണ്. അതിൻ്റെ മേലെ ഇങ്ങനെ അലങ്കരിച്ച വിളക്കുകളാണ് ഈ നക്ഷത്രങ്ങൾ. അതിന് പിന്നെ 1st ഫ്ലോർ, 2nd ഫ്ലോർ, 3rd ഫ്ലോർ, 4th ഫ്ലോർ, 5th ഫ്ലോർ, 6th ഫ്ലോർ, 7th ഫ്ലോർ. അതിൻ്റെ മേലെ ടെറസ്. ആ ടെറസിൽ കസേരയും ഇങ്ങനെ സിംഹാസനം ഇട്ട് ഇരിക്കുകയാണ് അള്ളാഹു. സുമ്മസ്തവ അലൽ അർഷ് എന്നാണ്. അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇത് പിന്നെ ആലങ്കാരികമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഷഹാദത്ത് കലിമയ്ക്ക് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മവും ഷഹാദത്ത് കലിമ ജീവിതത്തിൽ ഒരിക്കലേ ചെല്ലുള്ളൂ. അപ്പോൾ പിന്നെ അവൻ വീണ്ടും ഈ ദിവസം 5 നേരം ആവർത്തിക്കപ്പെടുന്ന ഒരു കർമ്മമാണ് നിസ്കർമ്മം. അത് കിട്ടിയത് മിറാജിനാണെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ആകാശം കടന്ന് പോയ ഒരു സംഭവം വിശ്വസിക്കാത്ത മുസ്ലിമില്ല. അത് വിശ്വസിക്കാതിരുന്നാൽ പിന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ശാസ്ത്ര വിരുദ്ധമാണ്. വഹുവല്ലദീ ഖലഖ സമാവാതി വൽ അർള ഫീ 6 അയ്യാമിൻ വകാന അർശുഹു അലൽ മാ. അതായത് അള്ളാഹു 6 ദിവസം കൊണ്ട്, ഇത് ബൈബിളിലൊക്കെ ഉള്ളതാണ്, കോപ്പടിച്ചതായിരിക്കും, 6 ദിവസം കൊണ്ട് ആകാശഭൂമികളെ സൃഷ്ടിക്കുകയും പിന്നീട് അതിന് മുന്നേ അള്ളാഹുവിൻ്റെ അർഷ് എന്ന് പറയുന്ന വെള്ളത്തിലായിരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു? ഈ കായലൊക്കെ നികത്തി മണ്ണൊക്കെ ഇട്ട് അതിൻ്റെ മേലെ 7 ഫ്ലോറൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മേലെ പിന്നെ അള്ളാഹു കസേര ഇട്ടിരുന്നു, അല്ലെങ്കിൽ സിംഹാസനം ഇട്ടിരുന്നു എന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. പറഞ്ഞല്ലോ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്ന് പറയുന്നു. എന്നിട്ട് ഖുർആനിൽ തന്നെ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ 54:17, 54:22, 54:32, 54:40 ഒരു 4 വട്ടം ആവർത്തിച്ച ഒരു വാചകമാണ്. ഖുർആൻ ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കാൻ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ആർക്ക് ആലോചിച്ച് മനസ്സിലാക്കാൻ? ഖുർആനിൻ്റെ ഈ മുസ്ലിങ്ങൾ പറയുന്നത് ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലാവില്ല, അത് പണ്ഡിതന്മാരോട് ചോദിക്കണം. പണ്ഡിതരോട് ചോദിച്ചാൽ പറയും പണ്ഡിതർ അവരോട് ചോദിക്കണം. അവരുടെ കൗലുകൾ, വ്യാഖ്യാനങ്ങൾ, തഫ്സീറുകൾ, ഹദീസുകൾ, പിന്നെ ഹദീസിന് വ്യാഖ്യാനങ്ങൾ, ഇതൊരു സാഗരമാണ്. ഇത് എളുപ്പമൊന്നുമല്ല. ഇത് ഒരാൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ, പിന്നെ ഈ സുന്നികൾ അംഗീകരിക്കുന്ന ഹദീസുകൾ
ഇവരെ ഈ ഷിയാക്കൾ അംഗീകരിക്കില്ല, ഷിയാക്കൾ അംഗീകരിക്കുന്ന ഹദീസുകൾ സുന്നികൾ അംഗീകരിക്കില്ല, സുന്നികളും ഷിയാക്കളും അംഗീകരിക്കുന്ന ഹദീസുകൾ അബാലികൾ അംഗീകരിക്കില്ല. ഒമാനിലുള്ള കൂട്ടക്കാരാണ് അബാലികൾ. അവർ ഉസ്മാനെയും അലിയെയും അംഗീകരിക്കില്ല. ഉമറും അബൂബക്കറും മാത്രമേ അവർക്ക് ഖലീഫമാരായിട്ട് അവർ ഗണിക്കുന്നുള്ളൂ. പിന്നെ സുന്നികളെല്ലാവരും ഖലീഫമാരായിട്ട് ഗണിക്കുന്നുണ്ട്. ഈ ഷിയാക്കൾ അലിയെ മാത്രമേ ഖലീഫയായിട്ട് കണക്കാക്കുന്നുള്ളൂ. അലിക്ക് അധികാരം, ഖലീഫ സ്ഥാനം കൊടുത്തില്ല. അലിയായിരുന്നു ഖലീഫയാകേണ്ടത്, മറ്റുള്ളവർ തട്ടിയെടുത്തതാണ്. നബി മരണപ്പെട്ടപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ വഴിയെ ഹദീസ് എടുക്കുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. ഈ ഖുറാനിലെ ഇസ്ലാമിക കർമ്മങ്ങൾ നോക്കിയാലും അങ്ങനെ എന്ത് നോക്കിയാലും ഒരുപാട് വൈരുദ്ധ്യങ്ങളും ഒക്കെ ആയിട്ട് ആർക്കും ഒരു പിടുത്തമില്ല. ഉദാഹരണമായിട്ട് ഖുറാനിലെ നിസ്കാരം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2:43 ബക്കറ. വാഖീമുസ്സലാം, നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. സക്കാത്ത് കൊടുക്കണം. വർക്കവും ആറാക്കീൻ, പിന്നെ റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യണമെന്ന്. ഈ റുക്കൂ എന്ന് പറയുന്ന സാധനം നിസ്കാരത്തിലുള്ളതാണ്. വർക്കവും ആറാക്കി, നിങ്ങൾ ജമാഅത്തായിട്ട് റുക്കൂ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിസ്കാരം നിലത്തുനിന്ന് ആദ്യം പറഞ്ഞു, പിന്നെ സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ റുക്കൂ അവിടെ പറയേണ്ട കാര്യം? നിസ്കാരത്തിൽ പെട്ടതാണല്ലോ റുക്കൂ. അടുത്ത ആയത്ത് നോക്കാം. യാ മറിയം വെക്കനത്തി, നീ ഭയഭക്തി കാണിക്കണം. വസ്തുതി, ആദ്യം നീ സുജൂദയ്യ. വർക്കായി മാറാക്കി, പിന്നെ പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് അവർക്ക് റുക്കൂ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവരോടൊപ്പം റുക്കൂ ചെയ്യുക എന്നാണ് പറയുന്നത്. അതൊരു ഭയങ്കര രസകരമായൊരു കാര്യമല്ലേ? നിസ്കാരത്തിലാണെങ്കിൽ ആദ്യം റുക്കുവും പിന്നെ സുജൂദുമാണ്. ഇങ്ങനെ ഇതിപ്പോൾ 2 പറഞ്ഞുള്ളൂ. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഒരുപാട് വിരുദ്ധതകളും ഒക്കെ ഉള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. പിന്നെ ഖുർആനിലെ വർഗീയത, പച്ച വർഗീയ ഗ്രന്ഥമാണ് ഖുർആൻ. മനുഷ്യത്വത്തിന് നിരക്കാത്തതും വർഗീയതയ്ക്ക് ആക്കം കൂട്ടുന്നതും മനുഷ്യരെ വർഗീയവാദികളാക്കുന്നതിനും കാരണമാകുന്ന ഒരു ഗ്രന്ഥമാണ്. ലാ തത്തഖിദുൽ മുഅ്മിനീന ലിൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ വമൻ യഫ്അലു ദാലിക ഫലൈസ. നിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ നിങ്ങൾ രക്ഷിതാക്കളാക്കരുത്. അത് ഏത് സാഹചര്യത്തിൽ ഇറങ്ങിയാലും നിങ്ങൾ ആക്രമികളെ, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരെ നിങ്ങളുടെ മിത്രങ്ങളാക്കരുത് എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. അത് ലോകാവസാനം വരേക്കും ഇറക്കിയ ഗ്രന്ഥത്തിൽ അത് പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. പക്ഷെ ഇത് ലോകാവസാനം വരേക്കും ഇറക്കിയ ഒരു ഗ്രന്ഥത്തിൽ പറയുകയാണ്, നിങ്ങൾ മുസ്ലിങ്ങളല്ലാതെ മറ്റുള്ളവരെ മിത്രങ്ങളാക്കരുത്, അവരെ രക്ഷിതാക്കളാക്കരുത്, അവരുടെ വാക്കുകൾ കേൾക്കരുത് എന്നൊക്കെ. ഒരു ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സമ്മതിക്കാൻ പറ്റാത്ത, അനുകൂലിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ പറഞ്ഞത്. യാ അയ്യുഹല്ലസീന ആമനൂ ലാ തത്തഖിദുൽ യഹൂദ നസാറ ഔലിയ. ക്രിസ്ത്യാനികളെയും ജൂതന്മാരെയും മിത്രങ്ങളാക്കരുത്, അവരെ രക്ഷിതാക്കളാക്കരുത്, അവരുടെ വാക്കുകൾ കേൾക്കരുത് എന്നാണ് പറയുന്നത്. ഇത് പച്ചവർഗീയതയല്ലേ? ഏത് മതക്കാരനായാലും എന്ത്. ഇപ്പോൾ മുസ്ലിങ്ങളെല്ലാവരും നല്ലവരുണ്ടോ? മുസ്ലിങ്ങൾ എത്ര വൃത്തികെട്ടന്മാരുണ്ട്. നമ്മളെ പറ്റിയിട്ട് മോശം പറയുന്നവരും നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരും മുസ്ലിങ്ങളിലില്ലേ? അപ്പോൾ ഇങ്ങനെ പറയുന്നത് പച്ചവർഗീയത തന്നെയാണ്. അതൊരു ദൈവത്തിന് തീരെ ചേർന്ന പണിയല്ല. എല്ലാ വിഭാഗത്തിലും എന്ന പോലെ എൻ്റെ അനുഭവത്തിൽ എല്ലാ വിഭാഗത്തിലും, ജൂതനായാലും ക്രിസ്ത്യനായാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഇന്ത്യക്കാരനായാലും പാകിസ്ഥാനി ആയാലും നേപ്പാളി ആയാലും ബംഗാളി ആയാലും അമേരിക്കനായാലും ആരായാലും അവരിൽ നല്ലവരുമുണ്ട്, മോശക്കാരുമുണ്ട്. അതിന് ഒരു പ്രത്യേക രാജ്യത്തിനെ ഒക്കെ കൂട്ടിച്ചേർത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ തീർത്തും പച്ചവർഗീയത തന്നെയാണ്. വഖാത്തിലൂഹും ഹത്താ ലാ തകൂന ഫിത്നത്തും വയകൂന ദീനു കുല്ലുഹു ലില്ലാഹ്. 8:39. കുഴപ്പമില്ലാതാവുക, ഫിത്ന ഇല്ലാതെ മതം മുഴുവൻ അല്ലാഹുവിന് വേണ്ടിയാകുകയും ചെയ്യുന്നവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഏത് സാഹചര്യത്തിൽ ഇറങ്ങിയാലും അത് പച്ചവർഗീയത തന്നെയാണിത്. നിങ്ങൾ ആക്രമിക്കുന്നവരെ അല്ലെങ്കിൽ നിങ്ങളെ ദ്രോഹിക്കുന്നവരെ, നിങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നവരെ കൊല്ലുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല.
പക്ഷേ അവിടെ ഒരു മതം കലർത്തുണ്ട്. ഒരു ദിവസത്തെ വാലിഡിറ്റി മാത്രമുള്ള പത്രങ്ങളിൽ വിഭാഗങ്ങൾ തമ്മിൽ കലാപങ്ങൾ ഉണ്ടായി എന്ന് മാത്രമേ പറയാറുള്ളൂ. അവിടെ മതം പോലും പറയാറില്ല ഇന്ത്യയിൽ. പക്ഷേ കാലാകാലം വാലിഡായ ലോകാവസാനം വരേക്കും ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിൽ, അതും സർവ്വലോക രക്ഷിതാവായ അള്ളാഹു പറയുന്നത് വർഗീയതയാണ്. മുസ്ലിങ്ങൾ പ്രബലമാവാത്ത അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ദൈവരാജ്യം വരാത്ത സമയത്തോളം നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ഒരു പച്ചവർഗീയതയും ഭീകരവാദവും ഒക്കെ തന്നെയാണ്. ഇത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ. ഇവരൊക്കെ ഇതിൻ്റെ അറബി അർത്ഥം വായിച്ചിങ്ങനെ പോകുന്നു എന്നുള്ളൂ. ചിലരൊക്കെ വായിച്ചു, അവരൊക്കെ ISISും ഒക്കെ ആയി. പിന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾക്കൊക്കെ അത് മനസ്സിലായി. അവർ അതിൻ്റേതായ രീതികളും പരിപാടികളും ഒക്കെ ആയിട്ട് ഗൾഫ് രാഷ്ട്രങ്ങളും മറ്റു മുസ്ലിങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള ഭീകരവാദപരമായ ആയത്തുകളും ഖുർആനും ഹദീസുകളുമൊക്കെ പരിശോധിക്കണമെന്ന് അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. സൂറത്ത് തൗബ 5-ാമത്തെ ആയത്ത്, വൈദൻ സലഹുൽ അഷ്ഹുറ ഹുറുമും ഫഖ്തുലുൽ മുശ്രിക്കിന ഹൈസു വജത്തുമൂഹും വഖദൂഹും വഹ്സുറൂഹും വഖൗദു ലഹു കുല്ല മർസദ് ഫഇൻ താബു വഅഖാമുസ്സലാത്ത വഅതു സക്കാത്ത ഫദഖലു സബീലഹും ഇന്നല്ലാഹു ഗഫൂറുർ റഹീം. അങ്ങനെ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികൾ നിങ്ങൾ കണ്ടെത്തിയിടത്ത് വെച്ച് കൊന്നുകളയുക. അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക. ഇനി അവർ പശ്ചാത്തപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരെ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക. യുദ്ധത്തിന് വന്നവൻ അല്ലെങ്കിൽ നിങ്ങൾ ആക്രമിക്കപ്പെടുന്ന സ്ഥലം, മക്ക ആക്രമിക്കുമ്പോഴാണല്ലോ അബൂ സുഫിയാനൊക്കെ വാൾമുനയിൽ വെച്ചിട്ടാണ് മുസ്ലിമായതെന്നാണ് പറയുന്നത്. അങ്ങനെ മക്ക ആക്രമിക്കുന്ന ഒരു സാഹചര്യം, ഏതൊരു രാഷ്ട്രം ആക്രമിക്കുമ്പോൾ അവർ മുസ്ലിമാവാത്തവരെയൊക്കെ കൊന്നുകളയുക, മുസ്ലിമാവുന്ന ആൾക്കാരെ വിടുക എന്ന് പറയുന്നത് ഇത് നിർബന്ധിത മതപരിവർത്തനമാണ്. നിർബന്ധിതമായ ആക്രമികളെ അല്ല ഇവിടെ കൊല്ലുന്നത്. ഇവിടെ ഒരു മതക്കാരെ തന്നെ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ആയത്ത് പറയുന്നത്. അപ്പോൾ ഒരു വർഗീയ ഗ്രന്ഥമാണിത്. ഒരു കാലഘട്ടത്തിൽ ഇറങ്ങിയതാണെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ ആയത്തുകളൊക്കെ എടുത്തു കളയേണ്ടതായിരുന്നു. പക്ഷെ അതൊക്കെ അവിടെ തന്നെ വെച്ച് പിന്നെ അത് ഈ ഖുർആൻ പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. അതുകൊണ്ടാണ് ലോകത്ത് ഒരുപാട് മുസ്ലിങ്ങളുണ്ടായത്. അപ്പോൾ അവർക്ക് ഒരു ഭീകരവാദിക്ക് ആവേശം ഉൾക്കൊള്ളാൻ, അവരുടെ ആശയ അടിത്തറക്ക് ഉത്തേജകമാവാൻ സാധ്യതയുള്ള ആയത്തുകളൊക്കെ ഖുർആനിൽ സൂക്ഷിച്ചു. അതൊക്കെ ഇറക്കി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ മാത്രം അധമനും ക്രൂരന്മാണോ സർവ്വലോക സൃഷ്ടാവ് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലാ തൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിന, നിങ്ങൾ ആ വിശ്വാസികളെ വിവാഹം കഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇത് പച്ചവർഗീയവാദം തന്നെയാണ്. ഇതെല്ലാ മതക്കാരും പറയുന്നുണ്ട്. പിന്നെ എന്താണ് മനുഷ്യ സൗഹാർദ്ദമായിട്ടുള്ളത്? അള്ളാഹു പറയാണ് എന്നെ വിശ്വസിക്കാത്തവർ കല്യാണം കഴിക്കരുത്, അവരുമായിട്ട് കൂട്ടുകൂടരുത് എന്നൊക്കെ പറഞ്ഞാൽ പച്ചവർഗീയവാദം തന്നെയാണ്. ഒരു മനുഷ്യർക്കിടയിൽ അള്ളാഹു വർഗീയവാദം പറയുന്ന ആളാണ്. പച്ച മനുഷ്യർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന ഒരു വർഗീയവാദി എന്നുള്ള നിലയിൽ മാത്രമേ അള്ളാഹുവിനെ നമുക്ക് കാണാൻ പറ്റൂ. അസാനി ലായി അങ്കിഹു ഇല്ല സാനി അവൽ മുശ്രിക്ക വസാനിദു ലായി അങ്കിഹു ഇല്ല സാനി അവൽ മുശ്രിക്ക. വ്യഭിചാരിയായ പുരുഷൻ വ്യഭിചാരിണിയായ സ്ത്രീയെയോ ബഹുദൈവ വിശ്വാസിയായ സ്ത്രീയെയോ അല്ലാതെ കല്യാണം കഴിക്കില്ല. ഒരു വ്യഭിചാരിയായ പുരുഷനെയോ ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം കഴിക്കില്ല. ഇവിടെ മറ്റുള്ള ബഹുദൈവ വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം വ്യഭിചാരത്തിന് തുല്യമാണ്, അല്ല അവരൊക്കെ വൃത്തികെട്ടവരാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇന്നമൽ മുശ്രിക്കൂന നജസുൻ എന്ന് പറയുന്ന വേറൊരു വാചകമുണ്ട്. തീർച്ചയായിട്ടും അവിശ്വാസികൾ അശുദ്ധരാണ്, അവരെ മസ്ജിദുൽ ഹറമിലേക്ക് അടുപ്പിക്കരുത് എന്ന് പറയുന്നൊരു ആയത്തുണ്ട്. അപ്പോൾ മറ്റുള്ള വിശ്വാസികളോടുള്ള ഒരു മനോഭാവം, അതും സർവ്വലോക സൃഷ്ടാവായ താൻ തന്നെ സൃഷ്ടിച്ച സൃഷ്ടികളോടുള്ളൊരു മനോഭാവം ആണ് ഇപ്പോൾ പറഞ്ഞതും കേട്ടതും. എനിക്ക് എൻ്റെ അവിശ്വാസത്തിന് കാരണമായൊരു വലിയൊരു സംഭവമാണ് ഈ സൂറത്തുൽ അഹ്സാബിൽ 53-ാമത്തെ ആയത്ത്. അതിൽ അള്ളാഹു പറയുന്നത് തൻ്റെ മരണശേഷം നബിയുടെ മരണശേഷം നബിയുടെ ഭാര്യമാരെ വേറെ ആർക്കും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. നബി മരിക്കുമ്പോൾ ആയിഷയ്ക്ക് 18 വയസ്സായിരുന്നു. മറ്റു പലരും ആയിഷയെ പോലെ തന്നെ ഇന്ന് ഇന്ത്യയിലെ കല്യാണ പ്രായം എന്ന് പറഞ്ഞാൽ 18ആണ്.
മറ്റു പലരും തങ്ങളുടെ യുവത്വത്തിൻ്റെ തുടക്കത്തിലാണ് അവർക്ക് ലൈംഗിക തൃഷ്ണകളുണ്ടാവും, ലൈംഗിക മോഹങ്ങളുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെയും അടിച്ചമർത്തുകയും ഏകപക്ഷീയമായിട്ട് അതൊക്കെ വിലക്കുകയും ഒക്കെ ചെയ്ത ഒരാളാണ് മുഹമ്മദ് നബി. അയാളുടെ ജീവിതത്തിൽ 12 കല്യാണം കഴിച്ചു, അടിമകളുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ തങ്ങളുടെ ഭാര്യമാർക്ക് അടിമകൾ ലൈംഗിക തൃപ്തി കൊടുക്കുന്നതും പിന്നെ അല്ലെങ്കിൽ അവർക്ക് വേറെ കല്യാണം കഴിച്ചിട്ട് അവരുടെ ലൈംഗിക മോഹങ്ങൾ പൂർത്തീകരിക്കുന്നതും ഒക്കെ അള്ളാഹു ഈ പ്രവാചകനെ വിലക്കി. ലൈംഗികമായിട്ടല്ലെങ്കിലും ഒരു തുണയായിട്ടാണെങ്കിലും അതും ഇവർ 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ കെട്ടിച്ചയക്കുന്നു, അല്ലെങ്കിൽ 18 വയസ്സാകുന്ന മുന്നേ കെട്ടിച്ചയക്കാനൊക്കെ ധൃതിപ്പെടുന്നു. കാരണം കുട്ടികൾ കേടായി പോകുമെന്നുള്ളത്. അപ്പോൾ റസൂലിൻ്റെ ഭാര്യമാർ കേടായി പോകില്ലേ? ഇനി അവരത്രമാത്രം ഇതാണെങ്കിൽ പിന്നെ എന്തിനാണ് പ്രവാചകൻ കല്യാണം കഴിച്ചത് എന്നുള്ളതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ വരും. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നബിയുടെ ഭാര്യമാർ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയതുകൊണ്ടാണ് അവരെ കല്യാണം കഴിക്കാൻ പറ്റത്. കാരണം വിശ്വാസികളുടെ ഉമ്മമാരെങ്ങനെ കല്യാണം കഴിക്കുക എന്ന് ചില വിശ്വാസികൾ ചോദിച്ചിട്ട് ഇത് പ്രതിരോധിക്കാറുണ്ട്. അപ്പോഴാണ് ഇതിന് ഇതേ ആയത്തിലെ തൊട്ട് മുന്നേയുള്ള ഭാഗം നോക്കുക. വല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖി വഇദാ സഅൽതുമൂഹുന്ന മതാ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. മറക്ക് പിറകിൽ നിന്നിട്ട് വേണം നിങ്ങൾക്ക് നബിയുടെ ഭാര്യമാരോട് സംസാരിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഉമ്മമാരുടെ മുന്നിൽ മറ ആവശ്യമില്ല എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഉമ്മമാർക്ക് നമ്മുടെ മുന്നിൽ പറധരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ മഹ്റമാണെന്ന് നമ്മളെല്ലാവരും പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ തീർത്തും അതിന് വിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഒരു സ്ഥലത്ത് ഉമ്മയാണെന്ന് പറയുന്നു, പിന്നെ പറയുന്നു ഉമ്മ പറതിരാണെന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു പച്ചയായ ഒരു സ്വാർത്ഥതയും ഒരു ഇരട്ടത്താപ്പും മാത്രമാണ്. പിന്നെ ഇനി വിശ്വാസികളുടെ ഉമ്മയാണ് നബിയുടെ ഭാര്യമാരെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നബിയുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണെങ്കിൽ നബി വിശ്വാസിയല്ലേ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഇനി വിശ്വാസിയായ നബി ഉമ്മമാരുമായിട്ട് ക്ഷയിച്ചോ, അല്ലെങ്കിൽ വിശ്വാസിയായ നബി തൻ്റെ ഉമ്മമാരുമായിട്ട് കിടപ്പറ പങ്കിട്ടോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടി വരും. പിന്നെ മുസ്ലിങ്ങൾ വ്യാപകമായിട്ട് പറയുന്ന മാതൃഭോഗം എന്നുള്ളൊരു വിഷയം ഇവിടെ നബി തന്നെ ചെയ്തു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇനി നബി പിതാവാണെങ്കിൽ അവിടെയും പ്രശ്നമാണ്. കാരണം ഈ നബിയുടെ ഭാര്യമാർ വിശ്വാസികളല്ലേ എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോഴും ഈ പ്രശ്നം വരും. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചാലും ഇത് ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കോലത്തിലേക്ക് ആയി മാറി. അല്ലെങ്കിൽ തൻ്റെ സ്വാർത്ഥത കാരണം വിശ്വാസികളെ തൃശങ്കുവിലെത്തിച്ചു എന്ന് വേണം കരുതാൻ. സൂറത്ത് നിസായിലെ 4:3 പുരുഷന് 1, 2, 3, 4 എന്ന് പറയുന്നത് 4 ഇനി അത് കഴിഞ്ഞ് 4 കൂടുതൽ പറ്റില്ല എന്ന് ഖുർആനിലില്ല, ഹദീസിലുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഖുർആനിലില്ല. എത്രയും കെട്ടാം, അല്ലെങ്കിൽ എത്രയും ഇഷ്ടംപോലെ അടിമകളും ആക്കാം. അത് പുരുഷൻ അനുവദനീയമാണ്. പക്ഷെ സ്ത്രീക്ക് പറ്റില്ല. സ്ത്രീകൾക്ക് 1-ൽ കൂടുതൽ ഇണകളെ ഭർത്താക്കന്മാരെ പറ്റില്ല. അപ്പോൾ കുട്ടിയുടെ തന്ത ആരാണെന്നുള്ള പ്രശ്നം വരുമ്പോൾ ഇപ്പം നബി 11 കല്യാണം കഴിച്ചിട്ടും കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുട്ടികളുടെ തന്ത ആരാണെന്നുള്ള പ്രശ്നത്തിനാണ് വരുന്നത്. നബി കല്യാണം കഴിച്ചത് ലൈംഗിക ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണെന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. ഇനി ലൈംഗിക ആസ്വാദനത്തിനല്ലെങ്കിൽ നബിക്ക് കുഴപ്പങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഫാത്തിമയുടെ അച്ഛനാരാണ് എന്നുള്ളൊരു ചോദ്യം വരും. ഖദീജയുടെ മക്കളുടെ ഭർത്താവ് ആരാണ്? ഇപ്പോൾ നബിക്ക് പ്രശ്നമുണ്ടായിരുന്നു, ഖദീജയ്ക്ക് കുട്ടികളുണ്ടാവില്ല. ഇനി 11 ഭാര്യമാർക്കും പ്രശ്നങ്ങളുണ്ട്, കുഴപ്പമുണ്ട് എന്ന് നാം വിശ്വസിക്കുക പ്രയാസമാണ്. കാരണം അവർക്ക് മുന്നേയുള്ള കല്യാണങ്ങളിൽ കുട്ടികളുണ്ടായിട്ടുണ്ട്. നബിയുടെ ചില ഭാര്യമാർക്ക് മുന്നേയുള്ള കല്യാണങ്ങളിൽ കുട്ടികളുണ്ടായിട്ടുണ്ട്, നബിക്കും മുന്നേയുള്ള കല്യാണങ്ങളിൽ കുട്ടികളുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകിൽ നബി ആസ്വാദനത്തിൽ മദീനയിൽ പിന്നെ ഫുൾ 53 വയസ്സായി പിന്നെ ഫുൾ ആസ്വദിക്കാമെന്നുള്ളൊരു തരത്തിൽ അവരെ കല്യാണം കഴിച്ചു. അല്ലെങ്കിൽ പിന്നെ നബിക്ക് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഖദീജയുടെ കുട്ടികൾ വേറെ ആരുടെ കുട്ടികളായിരിക്കാം എന്ന് വരും. എന്തായാലും നമുക്ക് എത്രയും ആസ്വദിക്കാൻ നമ്മുടെ ഭാര്യമാർക്ക് പറ്റില്ല എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. ഇപ്പോൾ നബി 12 കല്യാണം കഴിച്ചു. നബിയുടെ മരുമകൻ അലി 2ാം കെട്ടിന് മുതിർന്നപ്പോൾ നബി തടഞ്ഞതും ഒക്കെ അത് ഭാവിയിൽ പറയും, വഴി പറയും. പിന്നെ 4:34 പറയുന്നത് സ്ത്രീകൾ അനുസരണക്കേട് കാണിച്ചാൽ സ്ത്രീകളെ തല്ലാന്ന്. അപ്പോൾ ഭർത്താവ് അനുസരണക്കേട് കാണിച്ചാൽ ആര് തല്ലും? കുറച്ച് കായികമായിട്ട് കുറച്ച്
ഇതുള്ള ഒരാളെ തല്ലാം ഒതുക്കാമെന്നൊക്കെ പറയുന്നത് തെറ്റാണ്. നമ്മൾ ഇപ്പോൾ ഒരു പുരുഷനേക്കാൾ കായികമായിട്ട് ആരോഗ്യമുള്ള വേറെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മളെ തല്ലുകയും നമ്മളെ കൊല്ലുകയും ചെയ്താൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് പറയുന്നത്. അത് പച്ചക്ക് സ്ത്രീവിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കാരണം എത്രയോ ആളുകൾ കള്ളു കുടിച്ച് വന്നിട്ടും അതല്ല ഇത് ഉപയോഗിച്ചിട്ട് ഭാര്യമാരെ തല്ലുന്നതുണ്ട്. നമ്മൾ പ്രസംഗങ്ങളിലൊക്കെ കാണാം. കാരണം പൈസ ഉള്ളത് മുസ്ലിം പുരുഷന്മാരുടെ കയ്യിലാണ്. അപ്പോൾ അവരെ ആസ്വദിപ്പിച്ച് ഈ ഇസ്ലാമിലെ ഈ വൃത്തികേടുകളൊക്കെ വിളിച്ച് പറഞ്ഞ അവരുടെ സ്ത്രീകളെ കൊല്ലാക്കൊല്ല ചെയ്യുന്ന ഒരു വൃത്തികെട്ട ഒരു സംസ്കാരം മുസ്ലിങ്ങൾ വെച്ച് പുലർത്തുന്നു എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. 282 വസ്തഷ്ഹദു ഷഹിദൈനി മിൻ റിജാലിക്കും ഫൈലക്കും യകുന റജുലൈനി ഫറജുൽ അംറഅതാനി മൻ തർലൗന മൻ ശുഹദായ തദല ഇഹ്ദാഹുമാ ഫതദക്ര ഇഹ്ദാഹുമാ ല ഉഖ്റാ. 2 പുരുഷന്മാരെ സാക്ഷ്യം വഹിക്കുക. ഇനി 2 പുരുഷന്മാരെ കിട്ടില്ലെങ്കിൽ 1 പുരുഷനും 2 സ്ത്രീകളും. അപ്പോൾ 1 പുരുഷന് പകരമായിട്ട് 2 സ്ത്രീകൾ സാക്ഷിക്ക് വേണമെന്ന്. അതിന് കാരണമായിട്ട് പറയുന്നത് ഒരുവൾക്ക് തെറ്റുപറ്റിയാൽ മറ്റവൾക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓർമ്മശക്തിയിൽ സ്ത്രീകൾക്ക് ഓർമ്മശക്തി കുറവാണ് എന്നാണ് പറയുന്നത്. ഇത് സ്ത്രീവിരുദ്ധമാണ്, ശാസ്ത്രവിരുദ്ധമാണ്, സത്യവിരുദ്ധമാണ്. ഒരു പുരുഷൻ്റെ ഒരു വൃത്തികെട്ട പുരുഷൻ്റെ തലയിൽ വിരിഞ്ഞ ഒരു ആയത്താണ് ഇത്. ഒന്നും ഒരിക്കലും പരലോക സൃഷ്ടാവ് അല്ല, സർവ്വലോക സൃഷ്ടാവാണ് ഈ ആയത്തിറക്കിയതെന്ന് ഒരിക്കലും ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. യൂസിക്കുമുല്ലാഹു ഫി ഔലാദിക്കും ലിയദക്കറിയും 4:11 അനന്തരാവകാശ സ്വത്തിൽ പുരുഷൻ്റെ പകുതി ഓഹരിയ സ്ത്രീകൾക്കുള്ള, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഓഹരിയുടെ ഇരട്ടി ഓഹരി പുരുഷനുണ്ടെന്ന് പറയുന്നത്. ഇതൊരു വലിയൊരു വിഷയമാണ്. അത് എന്തായാലും പറയാം. നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്നത് ആരാൻ്റെ വീട്ടിൽ ജീവിക്കേണ്ട ഒരു വളർത്തു പട്ടിയെയോ വളർത്തു മൃഗമോ ആയിട്ടാണ്. പിന്നെ അവൾ അവിടെ പോകുന്നു. ഇനിയിപ്പോൾ നല്ല മനുഷ്യരാണെങ്കിലും ഓക്കെ, ഇനിയിപ്പോൾ വൃത്തികെട്ട മനുഷ്യരാണെങ്കിൽ ഇപ്പോൾ പലരും സ്ത്രീധനം മോഹിച്ചിട്ടും പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങളും പീഡിപ്പിക്കുന്നവരുണ്ട്. നമ്മൾ കാല് വളരുന്നുണ്ടോ, നമ്മൾ ഇത്രയും സ്നേഹത്തോടെ വളർത്തിയ നമ്മുടെ മക്കളെ വേറൊരുത്തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി അവൾ ജീവിക്കേണ്ടത് അവൻ്റെ ചിലവിലാണ്. അവൻ്റെ ചിലവിൽ ജീവിക്കുമ്പോൾ അവനെ അടിമപ്പെട്ട് ജീവിക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇനി അവൻ തല്ലുകൊള്ളേണ്ടി വരും, ഇടിച്ചാൽ ഇടികൊള്ളേണ്ടി വരും. പിന്നെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാലൊക്കെ നമ്മളുടെ അളിയന്മാരോടും നമ്മുടെ മരുമക്കളോടും നമ്മളുടെ ഭാര്യയുടെ ഭർത്താക്കന്മാരോടൊക്കെ വളരെ ഒരു സോഫ്റ്റായിട്ട് അവർ നമ്മൾ പറഞ്ഞാൽ കണ്ണുനീർ പൊഴിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും നമ്മൾ കാണാറില്ല. ഇനി നമ്മളുടെ കാലത്തിന് ശേഷം നമ്മുടെ മക്കൾക്ക് ഒരു അത്താണിയില്ല, ഒരു സ്ഥലവും ഇല്ല. പലരും സ്ഥലം കൊടുക്കാറില്ല. ചിലരൊക്കെ കൊടുക്കാറുണ്ട്, എന്നാലും പലരും ആങ്ങളമാർക്ക് എഴുതി കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഞാൻ കണ്ടിട്ടുള്ളത്. ഭാവിയിൽ എന്തെങ്കിലും 2 വ്യക്തികളാണ് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഇനി പ്രശ്നങ്ങളുണ്ടായിട്ട് അവർ ഈ മുത്തലാക്കെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്നത്. പിന്നെ അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള ഏക മാർഗം ശരീരം വെക്കുക എന്നുള്ളത് മാത്രമാണ്. അതിപ്പോൾ സൗന്ദര്യമില്ലാത്ത സ്ത്രീകളാണെങ്കിൽ ആത്മഹത്യ മാത്രമേ അവരുടെ മുന്നിലൊരു വഴിയുള്ളൂ. ഇത് മുതലെടുത്ത് ആണഹങ്കാരം കാണിക്കുന്ന, പുരുഷാഹങ്കാരം കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ മക്കളോട് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യനാണെങ്കിൽ അവന് ഹൃദയമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ആലങ്കാരികമായിട്ട് പറയണം. ഒരു ഹൃദയമുണ്ടെങ്കിൽ അവന് മനുഷ്യത്വമുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ മക്കളെ, അത് ആണായാലും പെണ്ണായാലും സ്വയം പര്യാപ്തം, സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തമായിട്ട് ജീവിക്കണമെന്ന് അവരെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ആരാൻ്റെ അടിമയായിട്ട് ജീവിക്കണമെന്നൊരിക്കലും അവരെ പഠിപ്പിക്കരുത്. പിന്നെ അത് കണ്ണുനീരിന് വഴിമാറും. പിന്നെ അവരുടെ ജീവിതം മതതാളത്തിലാകും. ആരാൻ്റെ നിയന്ത്രണത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞ് അതൊക്കെ വലിയൊരു ഇത് തന്നെയാണ്. നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ട ഒരു അവസ്ഥ നമുക്കോ നമ്മുടെ മക്കൾക്കോ വരുത്തരുത്. ആണാണ് എല്ലാം, പുരുഷനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ അനിവാര്യമായിരിക്കാം, അല്ലായിരിക്കും. അത് എക്കാലഘട്ടത്തിലും അത് വാലിഡാണ്, അല്ലെങ്കിൽ അതൊരു ദൈവവചനമാണ്, അല്ലെങ്കിൽ ഇതിറക്കിയവൻ ദൈവമാണ് എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, മനുഷ്യവിരുദ്ധതയാണ്. പിന്നെ കൊള്ള ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലോകനാഥൻ, ലോകസൃഷ്ടാവ് മുഹമ്മദ് നബി 25-ാം വയസ്സിലാണ് ഖദീജയെ കല്യാണം കഴിക്കുക. 40-കാരിയെ ഖദീജ കല്യാണം കഴിക്കുകയും ഖദീജയുടെ ബിസിനസ് നോക്കി നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് മുഹമ്മദ് നബി മക്കത്ത് ജീവിക്കുന്നത്. പിന്നെ മദീനയിൽ മുഹമ്മദ് നബിക്ക് എന്തായിരുന്നു വരുമാനമെന്ന് ഞാൻ എൻ്റെ മുസ്ലിങ്ങളോട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും ചോദിക്കണം. മുഹമ്മദ് നബിക്ക് എന്തായിരുന്നു? നമ്മളെല്ലാവരുടെയും
അനുകരണീയ പുരുഷനാണല്ലോ മുഹമ്മദ് നബി. മുഹമ്മദ് നബിക്ക് എന്തായിരുന്നു മദീനയിൽ ജോലി എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ ചോദിക്കുകയാണ്. എന്തായിരുന്നു മുഹമ്മദ് നബിക്ക് മദീനയിൽ ജോലി? കൊള്ളയടിയായിരുന്നു. കൊള്ളയടിച്ച സ്വത്തുക്കളിൽ നിന്നും ഓഹരി വാങ്ങി ജീവിച്ച ഒരു കൊള്ളക്കാരനായിരുന്നു ഈ മുഹമ്മദ് നബി എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം അത് ഖുർആനും ഹദീസും അത് ശരിവെക്കുകയും ചെയ്യുകയാണ്. 48:20 വാദക്കുമുല്ലാഹു മഗാനിമ കസീറതം തഖുദൂനഹ ഫഅജ്ജല ലക്കും ഹാദിഹി. നിങ്ങൾ പിടിച്ചെടുക്കാവുന്ന ഉദ്ധാർജിത സ്വത്തുക്കൾ അള്ളാഹു വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഒരാളെ മറ്റുള്ളവരുടെ കൊള്ള മുതൽ മോഹിപ്പിച്ചിട്ട് യുദ്ധത്തിന് ഇളക്കിവിടുന്ന ഒരു ദൈവം, ഒരു ലോകനാഥൻ എത്രമാത്രം ക്രൂരനാണ്, എത്രമാത്രം അധമനാണ്.